ക്ഷേമ പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകുന്നതിന് പകരം ബാങ്ക് വഴി ആക്കി മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി LDF. അതേസമയം CPM രാഷ്ട്രീയ നേട്ടമാക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റമെന്ന് UDFും പറയുന്നു. ക്ഷേമ പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിക്കുന്നതിന് പകരം ബാങ്ക് വഴിയാക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് എതിർപ്പ് ശക്തമാവുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻ ധനമന്ത്രി KN ബാലഗോപാലും അടക്കമുള്ളവർ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. പണം നേരിട്ട് വീട്ടിലെത്തിക്കുന്നത് അഴിമതിക്ക് കാരണമാവുമെന്നും വിതരണം LDF രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നുമാണ് വിമർശനം. എന്നാൽ 2016 ഒന്നാം പിണറായി സർക്കാർ നടത്തിയ സർവേയിൽ ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് തുക വീട്ടിലെത്തിക്കാൻ തീരുമാനിച്ചതെന്ന് LDF നേതാക്കൾ പറയുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനുമായി പ്രതിമാസം 66.17 ലക്ഷം പേർക്കാണ് തുക വിതരണം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് പോസ്റ്റ് ഓഫീസിലൂടെ പെൻഷൻ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. തപാൽ വകുപ്പിലെ LDF അനുകൂല ജീവനക്കാർ പദ്ധതി അട്ടിമറിച്ചെന്നായിരുന്നു അന്ന് UDFന്റെ ആരോപണം. പിന്നാലെ അധികാരത്തിലെത്തിയ പിണറായി സർക്കാരാണ് പോസ്റ്റ് ഓഫീസിന് പകരം സഹകരണ സംഘങ്ങളിലൂടെ തുക വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ബാങ്ക് അക്കൗണ്ടിലൂടെ പെൻഷൻ കൃത്യസമയത്ത് ലഭിക്കുമ്പോൾ വീട്ടിലെത്തിച്ച് നൽകുന്നത് ഒരാഴ്ചയോളം വൈകുന്നുവെന്ന പരാതിയുണ്ട്. എന്നാൽ പ്രായമേറിയവർക്ക് പണം കയ്യിൽ കിട്ടുമെന്നത് ആശ്വാസമാണ്. എല്ലാവർക്കുമുള്ള പെൻഷൻ ബാങ്ക് വഴിയാക്കുന്നത് തുടക്കത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ക്രമേണ സുഗമമാവുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഓണത്തിന് മുന്നോടിയായി നൽകുന്ന ഈ മാസത്തെ പെൻഷൻ നിലവിലെ രീതിയിൽ തന്നെയായിരിക്കും. പൊതുജന പ്രതികരണം കൂടി അറിയാനാണ് തീരുമാനം ഉടൻ നടപ്പാക്കുന്നതിന് പകരം തത്വത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.